നമ്മുടെ കുട്ടൂസ് ഇങ്ങനെ വെച്ചാൽ ഉറപ്പായിട്ട് തുറന്നു നോക്കില്ല. കണ്ടാൽ നിങ്ങൾ ഞെട്ടരുത് കേട്ടോ. പ്രിയപ്പെട്ടവരെ, സമന്വയത്തിന്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളൊരു ബ്രെഡാണ് ഉണ്ടാക്കുന്നത്. ബനാന ബ്രെഡാണ്. നമ്മളൊരു മഫിന്റെ റെസിപ്പി ചെയ്ത് ഓർമ്മയുണ്ടോ? അതിൽ ഞാനൊരു കറുത്ത പഴത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. നന്നായിട്ട് പഴുത്ത് നമ്മൾ കളയാൻ വേണ്ടി ബാക്കി വെച്ച പഴം. ആ പഴം വേസ്റ്റ് ആക്കാതെ ഉണ്ടാക്കാനുള്ളൊരു കിടിലൻ റെസിപ്പിയാണ്. ഒരു കാര്യം വിട്ടുപോയി, ഇനിയിപ്പോൾ കറുത്ത പഴമില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇത് ഉണ്ടാക്കണ്ട എന്നൊന്നും ദയവ് ചെയ്തിട്ട് വിചാരിക്കരുത്. നല്ല പഴുത്ത ഏത് പഴമാണെങ്കിലും മതി. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ബ്രെഡാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് നമ്മുടെ പേപ്പർ ബാഗ്സ് ആണ്. ഇപ്പൊ നമുക്ക് കടകളിൽ നിന്നൊക്കെ ഇങ്ങനെയല്ലേ കിട്ടുക വെജിറ്റബിൾസ് ഒക്കെ. ഓക്കെ, കണ്ടാൽ നിങ്ങൾ ഞെട്ടരുത് കേട്ടോ. വളരെ ശോചനീയമാണ് അവസ്ഥ. പക്ഷെ ഇതിന് ഒരു കുഴപ്പമില്ല. ഇത് നമ്മുടെ ഏത്തപ്പഴമാണ് കേട്ടോ. ഞാനൊരു 3 എണ്ണമാണ് ഏത്തപ്പഴം എടുത്തിട്ടുള്ളത്. നമുക്ക് പല രീതിയിൽ ഈ ബനാന ബ്രെഡ് ഉണ്ടാക്കാം. ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പഴവും ശർക്കരയും കൂടെ ഒരുമിച്ച് മിക്സിയിൽ അടിച്ചിട്ട് അങ്ങോട്ട് ഉണ്ടാക്കി. ഇതിൽ പക്ഷെ ഒരിക്കലും പഴം മിക്സിയിൽ അടിക്കുകയോ നമ്മൾ ബീറ്റ് ചെയ്യുകയൊന്നും വേണ്ട. കൈ കൊണ്ട് ഇത് മാഷ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ ഫോർക്കും കൊണ്ടോ എടുക്കാം. 1.5 കപ്പാണ് മാവ് വേണ്ടത്. ഞാനത് 1 കപ്പ് മൈദയും 1/2 കപ്പ് നമ്മുടെ ഗോതമ്പ് പൊടിയാണ് എടുത്തത്. ഇനി മൈദ മാത്രം ഇട്ട് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാം. ഇപ്പോഴും നോക്കുക, ഒരു ഹെൽത്തി വേഷൻ അല്ലേ. നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡ 1 ടീസ്പൂണ്, ബേക്കിംഗ് പൗഡർ ഒരു 1/2 ടീസ്പൂണ്, ഒരു 1/4 ടീസ്പൂണ് ഉപ്പ്, പിന്നെ നമ്മുടെ സിന്നമൺ പൗഡർ, അതായത് നമ്മുടെ പട്ടയില്ലേ, പട്ടയുടെ പൊടി 1 ടീസ്പൂൺ ഇട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. ടേബിൾ സ്പൂൺ മൈദ ഞാൻ ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്തേ. നമ്മൾ കുറച്ച് വെയിറ്റ് ഉള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ബാറ്ററിലേക്ക് ഇടുമ്പോൾ അത് താഴ്ന്നു പോകും. അപ്പൊ ഈ മൈദയിലൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും ഈവൻ ആയിട്ട് നമുക്കത് കിട്ടും. ബനാന മാഷ് ചെയ്തത് ഞാനൊരു പാത്രത്തിലേക്ക് ആക്കി. അതേ പാത്രത്തിൽ തന്നെ മുട്ട പൊട്ടിച്ചൊഴിക്കാൻ കേട്ടാ. എപ്പോഴും ബ്രെഡ് ആണെങ്കിലും കേക്ക് ആണെങ്കിലും എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഉപയോഗിക്കുന്ന സാധനങ്ങൾ പ്രത്യേകിച്ച് മുട്ടയൊക്കെ റൂം ടെമ്പറേച്ചറിലാകണമെന്ന് പറയും അല്ലേ. നമ്മൾ മുട്ടയൊക്കെ ഫ്രിഡ്ജിലല്ലേ വെക്കുക. ഒരു ട്രേ ഒക്കെ മേടിക്കുമ്പോഴേ നമുക്ക് കാശ് ലാഭമല്ലേ. അപ്പോൾ അത് കേടായി പോകാതിരിക്കാൻ കഴുകി വൃത്തിയായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ ഒന്നെങ്കിൽ രാവിലെ നമ്മൾ എന്ത് ചെയ്യണം, എടുത്ത് പുറത്ത് വെക്കണം, അല്ലെങ്കിൽ ഒരു ഒരൽപ്പം തണുപ്പ് മാറിയ വെള്ളത്തിലേക്ക് ഇട്ടൊരു 2 മണിക്കൂർ വെച്ചാലും റെഡിയാവും. ഇനി നമുക്ക് ഒരു ടീസ്പൂണ് വാനില എസൻസ് ചേർക്കാം. ഇനി വാനില എസൻസ് ഇല്ലാന്ന് പറഞ്ഞിട്ട് ഒട്ടും വിഷമിക്കേണ്ട. ഇല്ലാത്തൊരു നമ്മുടെ നല്ല ഒന്നാന്തര ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചിട്ട് ഒന്ന് ചേർത്ത് കൊടുത്താൽ വാനില എസൻസിനേക്കാളും നല്ല കിടക്കാച്ചി ടേസ്റ്റ്. ഇനി നമുക്ക് ചേർക്കേണ്ടത് ബട്ടറാണ്. ഇത് ബട്ടർ മെൽറ്റ് ചെയ്തതാണ്. നിങ്ങൾ ഈ ബട്ടറിന് പകരം വെജിറ്റബിൾ ഓയിൽ ഉപയോഗിച്ചാലും ഒരു കുഴപ്പമില്ല. ഇതൊരു 130 ഗ്രാം ഉണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഹെൽത്തി വേഷനാണ് നിങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഓയിലും വേണ്ട ബട്ടറും വേണ്ട. പകരം ഒരു യോഗർട്ടിലെ പുളിയില്ലാത്ത തൈര്, അതൊരു 1/2 കപ്പ് ചേർത്താൽ കിടുവോ സംഭവം. ബനാന മാഷ് ചെയ്തത് ഉപയോഗിക്കാം. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, കൂടുതൽ റെസിപ്പീസിൽ പറയുന്നത് നല്ല പഴുത്ത റോബസ്റ്റോ പഴമാണ് കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേകതയേ ഇല്ല. ഏത്തപ്പഴം ഉപയോഗിക്കാം, പാളയംകോടൻ പഴം ഉപയോഗിക്കാം, പൂവമ്പഴം ഉപയോഗിക്കാം, ഈ പറഞ്ഞ റോബസ്റ്റോ ഉപയോഗിക്കാം. എന്തുപയോഗിച്ചാലും ടേസ്റ്റിൽ വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ കയ്യിൽ ഏത് പഴമാണോ എക്സസ് ആയിട്ട് വന്ന് കറുത്ത് നമ്മൾ മര്യാദയ്ക്ക് തിന്നാത്തത്, ആ പഴം കൊണ്ട് ഉണ്ടാക്കാനുള്ള ഒരു റെസിപ്പിയാണ് ഇത്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് പതുക്കെ ചേർക്കാം. ഓക്കെ, ഞാനിവിടെ ഒരു 1/2 കപ്പ് ഇളം ചൂടുള്ള പാല്, ചൂടില്ല സാധാരണ ഊഷ്മാവിലുള്ള പാല് കൊണ്ടുവച്ചിട്ടുണ്ട്, കാച്ചിയ പാല്. നമുക്കത് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു കൺസിസ്റ്റൻസി നോക്കൂലേ, അപ്പോൾ വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആയി. ഡേറ്റ്സ് ഞാൻ ഇടുകയാണേ. ഒരു 1/2 കപ്പ് ഡേറ്റ്സ് ഇട്ടിട്ടുണ്ട്. ബദാം പൊടിച്ചത് ഒരു 1/4 കപ്പ് ഞാൻ ഇടുന്നുണ്ട്. കശുവണ്ടി ചെറിയ കഷ്ണങ്ങളാക്കിയത് അതും ഒരു 1/4 കപ്പ് ഇടുന്നുണ്ട്. ചിയ സീഡ്സ് ഒക്കെ നല്ലതാണല്ലോ. സാധാരണ ഞാൻ മത്തന്റെ കുരുവും ഒക്കെ ഇടുന്നതാണ്. ഇപ്പൊ സംഭവം തീർന്നതുകൊണ്ട് തൽക്കാലം ഇട്ടിട്ടില്ല. ഒരു ടേബിൾ സ്പൂൺ ഇട്ടു. ചോക്കോ ചിപ്സ്, ഈ സാധനം ഞാൻ മേടിച്ചാൽ ഞാൻ തന്നെ ഒളിച്ചു വെക്കും. എന്താണെന്ന് വെച്ചാൽ ഓരോ ദിവസം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ചോക്ലേറ്റിൽ ഇല്ലെങ്കിൽ ആകെ എടുത്ത് തിന്നുന്ന സാധനമാണ് ചോക്കോ ചിപ്സ്. ബ്രെഡിൽ സാധാരണ ചോക്കോ ചിപ്സ് ഒന്നും ഇടണ്ട, ഇട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ വീട്ടിൽ ഇതുണ്ടെങ്കിൽ നമുക്കിട്ട നല്ല അടിപൊളി കിടുമണി ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്ക് നല്ല ഇഷ്ടവും നമുക്കും ഇഷ്ടവും. ഷുഗർ പേഷ്യൻസിനൊക്കെയാണ് ഈ ബ്രെഡ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്കിത് ഒഴിവാക്കാം. ചോക്ലേറ്റ് ചിപ്സ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, കുക്കിംഗ് ചോക്ലേറ്റ് കിട്ടുമല്ലോ, അത് പൊടിച്ചിട്ടാൽ മതി. ഇനി അതും കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഡയറി മിൽക്കൊക്കെ കിട്ടില്ലേ, അതൊന്ന് പൊടിച്ചിട്ടാൽ ഈ ഒരു ടേസ്റ്റ് കിട്ടും. ഇതൊരു 1/4 കപ്പ് ബ്രൗൺ ഷുഗർ ഉണ്ട്. അതായത് ബ്രൗൺ ഷുഗർ എന്ന് പറഞ്ഞാൽ വലിയ ആന സംഭവമൊന്നും അല്ല കേട്ടോ. ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, പകുതി പഞ്ചസാരയും പകുതി ശർക്കരയും കൂടെ
പൊടിക്കുന്നതാണ് നമ്മുടെ ബ്രൗൺ ഷുഗർ. നമുക്കത് ധാരാളം മതിയേ. അല്പം പാലൊഴിക്കാണ് കേട്ടോ. ഇത് 1/2 കപ്പ് ഉണ്ട്. ഞാൻ ഒരല്പം ഒഴിക്കുന്നുള്ളൂ, ഒരു 1/4 കപ്പിൽ താഴെ. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ വിഭവങ്ങളും ഒന്നാന്തരം പിശുക്കി ഏറ്റവും ചിലവ് കുറഞ്ഞതാണ്. ബദാമാണ് ഒരല്പം പെൻസായിട്ട് നമുക്ക് വന്നിട്ടുള്ളത്. നമ്മളൊരു ഒരു പിടിയല്ലേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ ബദാം ഇടുന്നതിന് പോലെ നമ്മൾ ഒന്നാന്തരം നിലക്കടല പൊടിച്ചിട്ടാലും ആരും ചോദിക്കാനില്ല കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടിയാൽ മതി. ഓക്കെ, സാധാരണ ബ്രെഡൊക്കെ ഈ ഒരു ഷേപ്പാണല്ലോ. ഇതൊരു 9 ഇഞ്ചിൻ്റെ പാനാണ്. ഇനിയിപ്പോൾ ഇതല്ല നമ്മുടെ കയ്യിൽ വട്ടത്തിലുള്ളതാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ബ്രെഡ് പരാതിയൊന്നും പറയില്ല. നിങ്ങൾ പരാതി പറയാതിരുന്നാൽ മതി. ഇനി നമുക്ക് ഇതേപോലെ ഒരു ബട്ടർ പേപ്പർ അതിൻ്റെ വെക്കുകയാണ്. ഒട്ടിപ്പിടിക്കത്തില്ല, റിസ്ക് എടുക്കണ്ടല്ലോ അല്ലേ. അപ്പോൾ ദാ സെറ്റായി. ഇനി നമുക്ക് ഏകദേശം ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 30 മിനിറ്റോളം വെക്കാം. കുട്ടികൾക്കും എല്ലാവർക്കും കൂടെ കഴിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/4 കപ്പ് ബ്രൗൺ ഷുഗർ സുഖമായിട്ടിടാം, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഇനി ബ്രൗൺ ഷുഗർ ഇടാൻ ഇഷ്ടമില്ലാത്തവർ നിങ്ങളൊരു 150 ഗ്രാം പഞ്ചസാര പൊടിച്ചിട്ടാലും മതി. ഇനി ഇതൊന്നും വേണ്ടാത്തവർക്ക്, ഒരു മധുരവും വേണ്ടാന്നുള്ളവർക്ക് ബ്രൗൺ ഷുഗർ ഒഴിവാക്കാം, ഷുഗർ പൊടിച്ചോ ഒഴിവാക്കാം. പകരം എന്താണ് നമ്മൾ അതിൻ്റെ അകത്ത് എന്ത് ഇടുന്നുണ്ട്? ഡേറ്റ്സ് ചേർക്കുന്നുണ്ട് അല്ലേ. പിന്നെ കുറച്ച് ചോക്ലേറ്റ് ചിപ്സും ചേർക്കുന്നുണ്ട്. അത് പക്കാ മതി. ചോക്ലേറ്റ് ചിപ്സും വേണ്ടെങ്കിൽ വേണ്ട, ഡേറ്റ്സ് മാത്രം മതി. ഓക്കെ, അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രെഡ് നമുക്ക്. കൊറോണയാണ്, വീട്ടിലിരിപ്പാണ്, നല്ല മഴയാണ്. അപ്പോൾ എല്ലാ ദിവസവും 4 മണിക്ക് എന്താണ് എന്ന വെപ്രാളമാണ് വീട്ടമ്മമാർക്ക്. ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു ബ്രെഡാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ബ്രെഡ് തിന്നാൻ വേണ്ടി നമുക്ക് ജാം വേണം, ബട്ടർ വേണം, ഇനിയിപ്പോൾ അതും അല്ലെങ്കിൽ അല്ല കറി എന്തെങ്കിലും വേണം അല്ലേ. നമ്മുടെ ഈ ബ്രെഡ് തിന്നാൻ ഒരു കറിയും വേണ്ട. ഇതൊരു സ്നാക്സ് ആയിട്ട് മാത്രമല്ല, നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ഡിന്നറിന് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ ടൈപ്പ് ബനാന ബ്രെഡാണ്. ഇതിന് ഞാൻ 1/4 കപ്പ് വീറ്റും 1/4 കപ്പ് മൈദയാണ് ഇട്ടിട്ടുള്ളത്. ഞാൻ ഏകദേശം ഇതിൻ്റെ അകത്ത് ഇട്ടേക്കുന്നത് ഒരു കപ്പാണ് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും കൂടി ഇട്ടേക്കും. നോക്കിക്കേ, ഇത്ര അടിപൊളി ടെക്സ്ചറാന്ന് കണ്ടോ. ആ ചോക്കോ ചിപ്സ് ഒക്കെ ഇടയിൽ കിടന്ന് ഉരുകിയിട്ടുണ്ട്. പിന്നെ മുകളിൽ ചെറിയ പൊട്ടലൊക്കെ ഉണ്ട്, അത് നിങ്ങൾ നോക്കണ്ട കേട്ടോ. അത് അതിൻ്റെ പെർഫെക്റ്റ് ബേക്കിംഗ് ആണ്. അതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല. നമ്മൾ ഇതിൻ്റെ അകത്ത് മുട്ട കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്, പിന്നെ ബട്ടർ ഒഴിവാക്കിയിട്ടുണ്ട്. അതിന് പകരം നമ്മൾ എന്ത് ചേർത്തു? ഓയിൽ ചേർത്തു. അപ്പൊ ഇതാണ് നമ്മളുടെ മൂന്നാമത്തെ നല്ല ഡയറ്റ് ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു ബ്രെഡാണ് ഇത്. കണ്ട. അപ്പൊ ഈ ബ്രെഡിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മൾ പൂർണ്ണമായും മൈദയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഫുള്ള് വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും എങ്ങനെയാണ് ഈ കളർ വന്നതെന്ന്. ഒന്നുമില്ല, 1 ടേബിൾ സ്പൂൺ നല്ല കൊക്കോ പൗഡർ ആഡ് ചെയ്തു. കാരണം പക്ക വൈറ്റ് കാണുന്നതിന് നല്ലത്. ഇതിപ്പോൾ ഒരു നോക്കിയേ, ഒരു പ്ലം കേക്കിൻ്റെ ഫീലിംഗ് ഇല്ലേ. ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഞാൻ എല്ലാം കൂടെ ഞാൻ ഒരു 1 കപ്പാണ് ഇട്ടിട്ടുള്ളത്. അപ്പം തിന്നട്ടെ കേട്ടോ, അല്ലെങ്കിൽ എൻ്റെ വായിൽ തന്നെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മളിന്ന് ഉണ്ടാക്കിയ 3 ബ്രെഡിലും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഇഷ്ടമായത് ഇതാണ്. ഇതൊന്നുമല്ല ഇതിൻ്റെ ഹൈലൈറ്റ്. ഓയിലും ചേർത്തിട്ടില്ല, ബട്ടറും ചേർത്തിട്ടില്ല, മുട്ടയും ചേർത്തിട്ടില്ല. ആകെ ചേർത്തത് ഒരു 100 ഗ്രാം യോഗേർട്ട്, അതായത് പുളിയില്ലാത്ത തൈരാണ്. ഈ 3 എണ്ണത്തിൻ്റെയും റെസിപ്പി കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒരു 180 ഡിഗ്രിയിൽ 40 മുതൽ 60 വരെ മിനിറ്റ്. അത് നിങ്ങളുടെ ഓവൻ്റെ ടൈമിങ്ങിനനുസരിച്ച്, ചൂടിനനുസരിച്ച് മാറ്റം വരും. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടല്ലോ. ഇത് എക്കണോമിക്കാണ്, ടേസ്റ്റിയാണ് ആൻഡ് ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, നല്ലൊരു കമൻറ്റും കൂടെ തരണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. എല്ലാ ഡീറ്റെയിൽസും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷിൽ സബ്ടൈറ്റിലും ഉണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു കാര്യം പിന്നെ വിട്ടുപോയി. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. വണക്കം.